ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന റിമോട്ടുകളുണ്ടല്ലോ, ടി വിയുടെ ആണെങ്കിലും എ സിയുടെ ആണെങ്കിലും. അപ്പോൾ അത് കുട്ടികളുടെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിലും ഇതേപോലെ ബാക്ക് ഭാഗം വീണ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് പൊട്ടിപ്പോവും. ബാറ്ററി ഇടുന്ന ഭാഗത്ത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും സെല്ലോ ടേപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു കഷ്ണം വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീണാൽ തന്നെയും ആ ഭാഗം പൊട്ടത്തുമില്ല, പെട്ടെന്ന് തുറന്നു പോകത്തുമില്ല. അല്ലെങ്കിൽ കുട്ടികൾ തന്നെ അത് ഇളക്കി എപ്പോഴും തുറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ എൻഡ് ഭാഗത്ത് ഇതേപോലെ ഒരു പിന്ന് വെച്ച് മടക്കി കൊടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് അത് എടുക്കാനും അതേപോലെ തന്നെ മടക്കി വെക്കാനും പറ്റും. അതല്ലെങ്കിൽ ആ ഭാഗം ഒട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ തേപ്പ് പൊട്ടിയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ വയറൊന്നും ചുറ്റിയിടാതെ ഇങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ ആ ഭാഗം വെച്ച് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ അപകടമാണ്. കാരണം വയറ് ആ ഭാഗത്ത് കറണ്ട് ലീക്ക് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ തേപ്പ് പൊട്ടി തണുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു റബ്ബർ ഇട്ട് കൊടുക്കുക ബാക്ക് ഭാഗത്തായിട്ട്. ഇതേപോലെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു റബ്ബർ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നമുക്കത് പോവാതെ തന്നെ അതിനകത്ത് റബ്ബർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ വയറുണ്ടല്ലോ, ആ ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ തേച്ചതിന് ശേഷം ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, നമ്മളവിടെ ഇട്ടേച്ച് പോകും. അത് മടങ്ങി വളഞ്ഞൊടിഞ്ഞ് അതൊന്ന് എപ്പോഴും അത് ആ വയറൊക്കെ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് ഒത്തിരി നാൾ വേണേലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ റബ്ബറിൻ്റെ ഇടയിലോട്ട് ആ പ്ലഗിൽ കുത്തുന്ന ആ ഭാഗം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഉണ്ടോ? അപ്പോൾ സുരക്ഷിതമായിട്ട് ഇതേപോലെ ഇരുന്നോളും, വയറൊന്നും ഒടിഞ്ഞു പോകത്തുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും കുത്തിച്ചാരി വേണേലും വയ്ക്കാം. കണ്ടോ? ഇതേപോലെ മൊത്തത്തിൽ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. കണ്ടോ? നമുക്ക് ഏത് ഭാഗത്ത് വേണേലും ഒന്ന് ഒതുക്കി വെക്കാം. ഇതേപോലെ ആകുമ്പോഴത്തേന് തണുത്തതിന് ശേഷം മാത്രമേ ഇതേപോലെ ചെയ്യാവുള്ളൂ. ഇപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലന്തി വലയൊക്കെ കട്ടിൻ്റെ അടിയിലാണേലും അലമാരയുടെ അടിയിലാണേലും പുറത്താണേലൊക്കെ അടിച്ചെടുക്കാൻ പാടാം. അപ്പം നമ്മൾ ഇതേപോലെ ഒരു വൈപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ 2 സോക്സ് കയറ്റി കൊടുക്കുക. ഇപ്പോൾ സോക്സൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് വെറുതെ കളയുന്ന എന്തിനാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 ഭാഗത്തായിട്ട് 2 സോക്സ് എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് ലൂസാണെങ്കിൽ 2 റബ്ബറും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അത് 2 ഭാഗത്തും കയറ്റി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ റബ്ബർ ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ കെട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഞാനൊന്നും നനയ്ക്കുകയൊന്നും ചെയ്യുന്നില്ല, ഡെറ്റോളോ ഒന്നും തന്നെ മുക്കുന്നില്ല. കാരണം നല്ല പൊടിയുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ കട്ടിൻ്റെ അടിഭാഗത്തൊക്കെ കണ്ടോ തുടച്ചെടുക്കാം. അതല്ല നമ്മൾ ചൂല് വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ പൊടി ഫുള്ളായിട്ട് അവിടെയൊക്കെ പറന്നിട്ട് നമ്മളത് തൂക്കാനും നിൽക്കണം. അത് മാത്രമല്ല ചൂലിൻ്റെ ആ ഓരോ നാരുകൾ ഒടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാകുമ്പോഴത്തേന് തുടച്ചത് കണക്ക് തന്നെ നമുക്ക് ആ സോക്സിനകത്ത് എല്ലാ വലയും പറ്റിയിരിക്കും. എന്നിട്ട് നമുക്ക് ഇതേപോലെ അടിഭാഗത്തും ഇതേപോലെ തുടച്ചെടുക്കുക. അപ്പോൾ എത്ര വേണേലും അതിനകത്ത് പറ്റിയിരിക്കും കേട്ടോ. അപ്പോൾ ചൂല് കണക്ക് നമ്മൾ ചെയ്യുന്ന കണക്കല്ല ഇത്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ അലമാരയുടെ അടിയിലാണേലും അലമാരയുടെ മുകളിലാണേലും നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാം. ഉണ്ടോ? അത് മൊത്തം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഭാഗവും ഇതേപോലെ ചെയ്തെടുക്കാം. അലമാരയുടെ അടിഭാഗത്ത് ആ വീണ പൊടിയെല്ലാം അതിനകത്ത് കയറി പിടിച്ചോളും. അതേപോലെ അലമാരയുടെ മുകൾ ഭാഗത്ത് എപ്പോഴും പൊടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സോക്സ് നനയ്ക്കാത്തത്. കാരണം നനച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ സോക്സ് ഡെറ്റോളിൻ്റെ വെള്ളത്തിൽ നനച്ചിട്ടോ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ വെള്ളത്തിൽ നനച്ചിട്ടൊക്കെ ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് ഒരുപാട് പൊടിയും ചിലന്തിയുടെ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നനയ്ക്കാത്തത്. അപ്പോൾ ഇത് നമുക്ക് മൊത്തം പൊടി അതിനകത്തോട്ട് ആയി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സ്ലാബിൻ്റെ മുകളിലൊക്കെ കണ്ടോ. അപ്പോൾ നമുക്ക്
വളരെ ഈസി ആയിട്ട് ഇതിനെല്ലാം ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഊരിയിട്ട് കഴുകിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ വൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.